പിന്തുണ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം. ഇനി അഥവാ കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ തന്നെ ഇനി 8 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ലയിച്ചതിന് ശേഷമുള്ള മഹാകേരള കോൺഗ്രസ്, ആ മഹാകേരള കോൺഗ്രസിന് നേരത്തെ കെ എം മാണിക്ക് ലഭിച്ച ഒരു സീറ്റും പി ജെ ജോസഫിന് ലഭിച്ച ഒരു സീറ്റും ചേർത്ത് കുറഞ്ഞത് 2 സീറ്റും അതിൽ കൂടുതൽ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നതുകൊണ്ട് അതിൽ കൂടുതൽ ചോദിക്കാനുള്ള അർഹതയും കേരള കോൺഗ്രസിനുണ്ട്. എന്ത് പ്രതീക്ഷയാണ് മാണി സാറിനെ സംബന്ധിച്ചത്? പ്രതീക്ഷ എന്താ? ഓരോന്നും നമുക്ക് നമ്മുടെ പാർട്ടിയുടെ സ്ട്രെങ്ത് അറിയാം. കേരള കോൺഗ്രസ് 3 എം പിമാരുണ്ടായിരുന്നു. 3 എം പിമാർ എന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ള, വർക്കി ജോർജ്, എം ജോസഫ്. 3 എം പിമാർ ഈ കേരള കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും ഉണ്ടായിരുന്നു. അന്നത്തെ ശക്തി തന്നെ കേരള കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിന് 3 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങൾക്ക് അവകാശമുണ്ട്, അർഹതയുണ്ട്. എത്ര കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴേ പറയാനുണ്ട്. മുഖ്യയുടെ അവകാശമുണ്ട്, അർഹതയുണ്ട്. പക്ഷേ നമുക്കുള്ള അവകാശങ്ങളും അർഹതയും എപ്പോഴും സമ്മതിച്ചു തരണമെന്നുണ്ടോ, എപ്പോഴും കിട്ടണമെന്നുണ്ടോ? അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരട്ടെ. വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓരോരുത്തരുടെയും ക്ലെയിംസ് യു ഡി എഫിന് മുമ്പാകെ വെക്കും. യു ഡി എഫ് അതിന്മേൽ ചർച്ച ചെയ്യും. എന്നിട്ട് എക്വിറ്റബിളായിട്ട് യു ഡി എഫ് തീരുമാനിക്കും. അങ്ങനെ തീരുമാനത്തിൽ അല്പമൊക്കെ വിട്ടുവീഴ്ചകൾ എല്ലാ ഭാഗത്തുനിന്നും വേണ്ടി വരികയല്ലേ? ഏറ്റവും കുറഞ്ഞത് 2 കാൻഡിഡേറ്റ്സ് എങ്കിലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാതുണ്ട്. ഒന്ന്, നിലവിലുള്ള എം പി എന്നുള്ള നിലയിൽ ജോസ് കെ മാണി. 2, സ്ഥാപകരിൽ ഒരാളായ കെ എം ജോർജിൻ്റെ മകൻ, നല്ല പാർലമെൻറ്റേറിയൻ എന്ന് പേര് കേട്ട ഷി ഫ്രാൻസിസ് ജോർജ്. ഇവരുടെ 2 പേരുടെയെങ്കിലും കാര്യത്തിൽ വ്യക്തിപരമായി അങ്ങേക്ക് താല്പര്യമെടുക്കേണ്ടി? ഞാൻ പറഞ്ഞത്, മീഡിയയിൽ വെച്ച് ഇപ്പോഴേ സീറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി ചെയ്ത് എന്നാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയാണ്. അങ്ങനെ പറയുന്ന ഒരു ചെയർമാനാണ് എന്നെ ഇപ്പോഴെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഞാനത് ദുർബലനൊന്നും അല്ലല്ലോ, എത്രയോ പരിചയമുള്ള ആളാണ്. പാർട്ടിയുടെ ഡിസിപ്ലിൻ ഞാനല്ലേ കാക്കേണ്ടത്. പാർട്ടിയുടെ ഡിസിപ്ലിൻ ഞാൻ കാത്തില്ലെങ്കിൽ ഈ പാർട്ടി തകരിയല്ലേ? പാർട്ടിക്കൊക്കെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇല്ലേ? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മീഡിയയിൽ വെച്ച് ഞങ്ങൾക്ക് ഇന്നതാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി, അങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസി ഇന്നതാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇന്നവരായിരിക്കും എന്ന് പറയൂ ആരെങ്കിലും? ഇല്ല. കഴിഞ്ഞ തവണ പാലായിൽ അങ്ങക്ക് 5000-ൽ ചില്ലാനം വോട്ടാണ്, 6000-ൽ ചില്ലാനം വോട്ടാണ് ഭൂരിപക്ഷം ലഭിച്ചത്. പക്ഷെ ഒരു 25,000 വോട്ട് ഈസിയായുമാണ് സാറിന് കിട്ടേണ്ടത്. അതിനകത്ത് ഓരോ ബാഗിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പി ജെ ജോസഫിൻ്റെ വിഭാഗത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാനും കോൺഗ്രസുമായിട്ടൊരു വലിയ സംവാദം നടന്നു. സംവാദമെന്ന് പറഞ്ഞാൽ വലിയ സംവാദമാണ് നടന്നത്. ആ സംവാദം നടന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചിലപ്പോൾ ഞാനങ്ങനെ ഒരു സംവാദം കോൺഗ്രസുമായിട്ട് നടത്തിയതിൻ്റെ ഒരു പേരിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നിരിക്കാം, എനിക്കറിയാൻ പാടില്ല. അതിപ്പം അന്നേരത്തെ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടേ കിട്ടിയുള്ളൂ. ഞാനെന്താ പറയുന്നത്? എന്താ ബോധപൂർവം കെ എം മാണിയെ ചതിച്ചു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ചതിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ കാല് വാരിയിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഞാൻ പറയുകയില്ല, അങ്ങനെ എനിക്ക് അഭിപ്രായവും ഇല്ല. ജോസ് കെ മാണിക്കും അതേ അവസ്ഥ. അതൊക്കെ ചുമ്മാതെ വെറുതെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാവോ? നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. ജോസ് കെ മാണിക്ക് എന്താ ഒരു അനുഭവമില്ല. കോൺഗ്രസ് എത്രയോ വലിയ സപ്പോർട്ടാണ് ജോസ് കെ മാണിക്ക് ചെയ്തത്. കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ജയിക്കുമോ? ജോസ് കെ മാണി അർഹനായിരുന്നു കേന്ദ്ര സഹമന്ത്രിയാകാൻ. ഒരു പിതാവ് എന്നുള്ള നിലയിൽ പറയാൻ പരിമിതികളുണ്ടാവും. പക്ഷേ 2 എം പിമാരുള്ള പല പാർട്ടികളും, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും തന്നെയും UPAയിലുള്ള മന്ത്രിസ്ഥാനം അലങ്കരിച്ചു കഴിഞ്ഞു. ജോസ് കെ മാണിയെ മാറ്റി നിർത്തി. അതിനെന്ത് ന്യായീകരണമാണ് കേരള കോൺഗ്രസിനോട് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്? ഞാനിതൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ സഹായമായ നികോശൻ്റെ ചോദ്യങ്ങളൊക്കെ സഹായമാണ്. എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. കേരള കോൺഗ്രസിന് കേന്ദ്രത്തിൽ മന്ത്രിസഭയിൽ ഒരു സ്ഥാനം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഞങ്ങളുടെ ക്ലെയിമാണ്. ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തരണമെന്ന് ഞങ്ങൾ വളരെ മുമ്പേ തന്നെ ആവശ്യപ്പെടുന്നു, ഇപ്പോഴും ആവശ്യപ്പെടുന്നു. പക്ഷേ ആവശ്യപ്പെട്ടില്ല, കിട്ടിയില്ല എന്നുടനെ ഇതാ എടുകൊടുക്കെ കറിയും ചോറ്, എങ്ങനെയാണ് ചോറും കറിയും എന്ന് പറഞ്ഞുകൊണ്ട് പോട്ടെ ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ക്ലെയിം പറഞ്ഞു. രാജ്യസഭാ സീറ്റ് എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞു. എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടാതിരുന്നു. കോൺഗ്രസ് നൽകിയില്ല. അവസാനം കിട്ടി. ഞങ്ങൾ കൺസിസ്റ്റൻ്റായിട്ടും ലോയലായിട്ടും നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തു, കിട്ടി. ഇതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ കാര്യത്തിൽ ഞങ്ങൾ കൺസിസ്റ്റൻ്റായി കൂടുതൽ സമ്മർദ്ദം ഞങ്ങൾ ആ കാര്യത്തിൽ ചെലുത്തി യാതൊരു സംശയവുമില്ല. കിട്ടും ഉള്ള ആത്മവിശ്വാസം എനിക്കുള്ളത്. കേരള കോൺഗ്രസിന്റെ ക്ഷമ ഒരു ദൗർബല്യമായി കോൺഗ്രസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? കോൺഗ്രസിന് അങ്ങനെ ദൗർബല്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല.
ക്ഷമയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരെ മറിച്ച് കൂടുതൽ ഒരു വേറൊരു രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ കേരള കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, UDF ഒരു ലാർജർ ഇൻട്രസ്റ്റ് ഇല്ലേ. കേരള കോൺഗ്രസിൻ്റെ കാര്യം സാധിക്കുന്നതോടൊപ്പം UDF മുറിവെക്കാൻ പാടില്ല എന്നെനിക്ക് ഇതുണ്ട്. UDF രക്തത്തുള്ളി വീഴാൻ പാടില്ല, UDF മുറിവെക്കാൻ പാടില്ല, നമ്മുടെ കാര്യം സാധിക്കുകയും വേണം. അപ്പം അതിന് വരെയുണ്ട് വർത്തമാനങ്ങൾ. അതിന് കടന്നാൽ അത് UDF ക്ഷീണമായി പോകും. ഞാനിത് രണ്ടും കൂടെ സീനിയർ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കേരള കോൺഗ്രസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഐ എം ദ സീനിയർ മോസ്റ്റ് പൊളിറ്റീഷ്യൻ കേരള. അപ്പോൾ ആ നിലയിൽ വരുമ്പം ഒരു പരിപക്വമായിരിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്വമായിരിക്കണം ഒരു നിലപാടായിരിക്കും ഞാൻ എടുക്കേണ്ടത്. അപ്പോൾ എനിക്കെപ്പോഴും കേരള കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും UDF താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. അതുകൊണ്ട് ആ ശൈലിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതിൻ്റേതായ മൈനസ് പോയിന്റ് ഉണ്ട്, അതിൻ്റേതായ പ്ലസ് പോയിന്റ് ഉണ്ട്, അതിൻ്റേതായ ദൗർബല്യങ്ങളുണ്ട്. 16 ലോക്സഭാ സീറ്റുകൾ ഇപ്പോൾ UDF 4 സീറ്റുകൾ മാത്രമേ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മാണി സാർ, ഇനിയൊരു രണ്ടാമത്തെ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് സ്വാധീനമുള്ള മേഖലയിലായിരിക്കണം അത് എന്നതുകൊണ്ട് തന്നെ ഈ തോറ്റ 4 സീറ്റുകളിലായിരിക്കില്ല, ജയിച്ച 15 സീറ്റുകളിൽ ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു സിറ്റിംഗ് MP മാറ്റുന്ന പതിവ് UDF ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏതാണ്ട് അപ്രസക്തമാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉന്നയിക്കാൻ കഴിയില്ല. അത് മുഖവിലേക്ക് എടുക്കാതെ കോൺഗ്രസ് തള്ളിക്കളയുന്ന കാര്യത്തിൽ ഉറപ്പല്ല. അപ്പം നികേഷിൻ്റെ തത്വം എടുക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇനി സ്പേസ് ഇല്ലല്ലോ. അവരവർക്ക് കിട്ടിയത് ആജീവനാന്തം അവരവർക്ക്. അങ്ങനെ വല്ലതും ഉണ്ടോ? പൊളിറ്റിക്കൽ പാർട്ടി തിരഞ്ഞെടുപ്പ് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ചില കാലങ്ങളിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ വരും, നമുക്ക് കിട്ടാത്ത മേഖലകൾ കിട്ടും. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെടും. യാതൊരു സംശയവും ഇല്ല. ഞങ്ങളത് കിട്ടുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് മാണി സാർ പോകുന്നു എന്ന അഭ്യൂഹം മാണി സാറും കേട്ടിട്ടുണ്ടാവും, പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അത് പരിഗണിക്കുന്നുണ്ടോ? അതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ഞാനിങ്ങനെ മറുപടി പറയും. കേരള കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ UDF ഘടകകക്ഷിയാണ്. ആ UDF സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. UDF കുറ്റങ്ങളില്ല, കുറവുകളില്ലെന്ന് ഞാൻ പറയില്ല. UDF കുറ്റങ്ങളോ പരിമിതികളുണ്ട്. വളരെ ഇതിനേക്കാൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന 100% മാർക്ക് കിട്ടണമെന്നാണ്. അപ്പം UDF സംബന്ധിച്ചോളം അതിനെ കൂടുതൽ ശക്തമാക്കി, അതിന് കൂടുതൽ ശോഭയുണ്ടാക്കി, കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കി, UDF കൂടുതൽ UDF വളർത്തണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനുണ്ട് UDF വിട്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? ബജറ്റിനെ കുറിച്ചുള്ള നല്ല പ്രതികരണങ്ങളാണ് ലഭ്യം. ചില കോണുകളിൽ നിന്ന് വിമർശനമുണ്ടായി. അത് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അതുപോലെ തന്നെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലെ ചില അംഗങ്ങളിൽ നിന്നുണ്ടായി. അത് സംഭവിക്കാൻ പാടുള്ള കാര്യമായിരുന്നു. ആര്യാടൻ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആര്യാടന് വകുപ്പ് ട്രാൻസ്പോർട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അദ്ദേഹം വലിയൊരു സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്ര എനിക്ക് കൊടുക്കാനായിട്ട് ഒക്കുമോ? ഇല്ല. ഞാൻ 200 കോടി രൂപ കൊടുത്തു, വേറെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിന് KSRTC, KSCB ഇവർക്കൊക്കെ പ്ലാനിലാണ് രൂപ കൊടുക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി അല്ല ഈ രൂപ കൊടുക്കേണ്ടത്. ഇത്തരം അലോക്കേഷൻസ് സാധാരണഗതിയിൽ ബജറ്റിന് മുമ്പ് നടക്കാറുള്ളതല്ലേ, ക്യാബിനറ്റിൽ തന്നെ? അത് പിന്നെ ബജറ്റ് പ്രസംഗത്തിൻ്റെ ദിവസം തന്നെ ഒരു മന്ത്രി പുറത്തൊരു വേദിയിൽ വന്ന് വിമർശിക്കുന്നത് എത്ര കണ്ട്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഹരിയാനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെയൊരു പ്രസ്താവന ചെയ്തത് സങ്കടമുണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹരിയാന മനസ്സിൽ പെട്ടെന്നൊരു ക്ഷോഭം വന്നത് ഒരു ഇതാണ്. തൻ്റെ വകുപ്പിന് ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഒരു വലിയ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അത്രയും വലിയ സഹായം കൊടുക്കാനായിട്ട് പോകും. ബജറ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KSRTCക്ക് അങ്ങ് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ജസ്റ്റർ ഇങ്ങനെയാണ്: എന്ന തരത്തിൽ നിയമസഭയ്ക്കകത്ത് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വേറെ, അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് വേറെ എന്ന തരത്തിൽ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാണോ അതിൻ്റെ രീതി? അത് കണ്ടവരും നിങ്ങൾ വിലയിരുത്തിക്കൂ. ഞാനിപ്പോൾ പറയണ്ട, ഞാൻ കണ്ടില്ല, ഞാൻ ആ സീറ്റൊന്നും കണ്ടില്ല. അപ്പം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആര്യാടനുണ്ടായ ഒരു മാനസിക വികാരമാണത്.
ആ വികാരം പെട്ടെന്ന് പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൊരു ദുരുദ്ദേശമൊന്നും ഞാൻ ആരോപിക്കുന്നു. പക്ഷെ ലീഗ് പറഞ്ഞത്, KPA മജീദ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്, മന്ത്രിസഭയിൽ തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനം ബജറ്റിനെതിരെ ഉന്നയിക്കാൻ പാടില്ല. ഒരു മുതിർന്ന മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഹരിയാണൻ ഇത് പറഞ്ഞത് സങ്കടകരമാണ്. കാരണം ബഡ്ജറ്റ് എപ്പോഴും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ്, ആ അടിത്തറയിലാണ് ഈ ബഡ്ജറ്റ് ആവുന്ന സൗധം കെട്ടിപ്പടുക്കുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ്, അത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മന്ത്രിസഭയിൽ കൊണ്ടുവരണം. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അതിലാണ് ഓരോ വകുപ്പിന് എത്ര കൂടി. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനാണ് KSRTC എത്ര, KCB എത്ര, ഓരോ വകുപ്പിൻ്റെയും വക തിരിച്ചുകൊണ്ടുള്ള രൂപ അലോട്ട് ചെയ്യുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതാണ് മേശപ്പുറത്ത് വെച്ചാൽ മതി, ബഡ്ജറ്റ് പ്രസംഗം പോലും വേണ്ട. പക്ഷേ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെക്കണമെന്നുള്ളതാണ് നിയമം. അത് മന്ത്രിസഭയിൽ വെച്ചതാണ്, അത് മന്ത്രിസഭയിൽ വെച്ച് ചർച്ച നടത്തിയതാണ്. അപ്പം മന്ത്രിസഭയുടെ അംഗീകാരമില്ല എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. മന്ത്രിസഭ അടിസ്ഥാന വിഭജനക്ക് അടിസ്ഥാന പ്രൊവിഷൻ ഓരോന്നിനും മന്ത്രിസഭയുടെ അംഗീകാരമുണ്ട്. അപ്പോൾ അങ്ങനെ അംഗീകാരമുള്ളപ്പോൾ ഇതേക്കുറിച്ചൊരു ധാരണ ആര്യാടൻ മുഹമ്മദ് എന്ന ട്രാൻസ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് ബാലിശമായി പോകുന്നില്ല. അല്ല, അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ എന്തിനാ സഹപ്രവർത്തകരുടെ, എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ പിന്നെ ഞാൻ ഒരു കമൻറ്റ് ചെയ്തു, അത് മുഴിപ്പിച്ചു, വിവാദമായി. എന്തിനാത്? ഇങ്ങനെയൊക്കെ ഓരോ പ്രസ്താവനകൾ പെട്ടെന്നൊരു വികാരത്തള്ളലിൽ ചിലരൊക്കെ ഒരു പ്രസ്താവനകൾ നടത്തും. അപ്പം നമ്മളതിൻ്റെ സാഹചര്യം മനസ്സിലായിക്കൊണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ നന്ദി മാനസ, ഒരിക്കൽ കൂടി താങ്ക് യു.